നമ്മളൊരു സ്ഥാപനം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഒരുപാട് സ്പെൻഡ് ചെയ്യും. അതുപോലെ നമ്മൾ ഈ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറില്ല പലപ്പോഴും. SEO ശരിക്കും പറഞ്ഞാൽ എക്സ്പെൻസിനേക്കാൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പല ആളുകളത് മനസ്സിലാക്കാറില്ല. ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പെട്ടെന്ന് ഒരുപക്ഷെ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല, പക്ഷേ ഗ്രാജുവലി ഈ പറഞ്ഞതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ടാകും. ആ ഫൗണ്ടേഷൻ പിന്നെ അതിൻ്റെ മുകളിലായിരിക്കും ഇത് കൊണ്ടുവന്നത്. അത് ഈ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള SEO തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ലോകത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ബ്രാൻഡുകൾ ആമസോൺ, TripAdvisor, ഇവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് SEO ഉണ്ട്, Booking.com. പ്രൊഡക്റ്റ് ലെഡ് SEO എന്ന് വിളിക്കുക. അത് ആദ്യമായിട്ട് പറയുന്നത് എലി ഷോർട്സ് എന്ന് പറയുന്ന ഒരാളാണ് അതിനെപ്പറ്റി സയൻറ്റിഫിക് ആയിട്ട് അതിൻ്റെ ഒരു ബുക്ക് എഴുതുന്നത്, പ്രൊഡക്റ്റ് ലെഡ് SEO എന്ന് പറയുന്നത്. ഈ പ്രൊഡക്റ്റ് ലെഡ് SEO എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ SEOയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ആ പ്ലാറ്റ്ഫോം തന്നെ SEOയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തോളും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈവൻ ട്രിപ്പഡ്വൈസറിൽ നമ്മളാണ് യഥാർത്ഥത്തിൽ SEO ചെയ്യുന്നത്. കാരണം നമ്മളൊരു പ്ലേസ് വിസിറ്റ് ചെയ്തു, അതിൻ്റെ റിവ്യൂ നമ്മൾ ഇടുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോകുന്നു, നമ്മളതിൻ്റെ റിവ്യൂ ഇടുന്നു. അപ്പോൾ കണ്ടൻറ്റുകൾ ഡൈനാമിക്കലി അവിടെ ഈ പറഞ്ഞ പോലെ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആമസോൺ നോക്കിയാൽ മതി. ആമസോൺ ആദ്യം ഉണ്ടാക്കിയത് പ്ലാറ്റ്ഫോമാണ്. ആമസോണിൻ്റെ SEO വർക്ക് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്, നമ്മുടെ സാധാ SEO പോലെയല്ല. അവിടെ ആദ്യം ഉണ്ടാക്കി അവർ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു. ആ പ്ലാറ്റ്ഫോം പൂർണ്ണമായിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയതിന് ശേഷം സെല്ലേഴ്സ് അവിടെ വരുന്നു, അവർ കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുന്നു.